ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ സെക്ഷൻ നമ്പർ 1 തെർമോഡൈനാമിക്സിൻ്റെ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. സെക്ഷൻ നമ്പർ 2 നമുക്കറിയാം, ഒരേ ഒരു ടോപ്പിക്കാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട തെർമോഡൈനാമിക്സിൻ്റെ ഒന്നാമത്തെ ലോ, ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണല്ലോ. എല്ലാവരും ഹെഡിങ് ഇരിക്കുക. ദാറ്റ് ഈസ് സെക്ഷൻ നമ്പർ 2 ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. മക്കളായിരിക്കും പറയാൻ പറ്റും എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നായിരിക്കും പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞു. എല്ലാവരും കൂടെ ശ്രദ്ധിക്കണം. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഡെഫിനിഷൻ? ഞാൻ ആദ്യം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഡെഫിനിഷൻ ഓഫ് ഫസ്റ്റ് ലോ. ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നൊക്കെ ചോദിച്ചു ഞാൻ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, എന്താണ് ഞാൻ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നോക്കാം. ഉദാഹരണത്തിന് ഇതൊരു സിസ്റ്റമാണ് എന്ന് വിചാരിക്കാം. ഇതെന്താണ്? ഒരു സിസ്റ്റമാണ്. റെഡി? ഞാൻ ഈ സിസ്റ്റത്തിനകത്തേക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നവരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്. റെഡി? ആ സിസ്റ്റത്തിനകത്തേക്ക് ഞാൻ എന്താ അപ്ലൈ ചെയ്തു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, അതായത് സിസ്റ്റത്തിനകത്ത് എനർജി നിർമ്മിക്കുന്നില്ല നശിപ്പിക്കുന്നില്ല എങ്കിൽ എനിക്ക് പറയാൻ പറ്റും ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്താണ്? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും. എന്താണ്? ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് ആണ് പറയാൻ പറ്റും. ഒന്നുകൂടെ പറയാം. അതായത് എൻ്റെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് കൺസിഡർ ചെയ്യാം. അതിലേക്ക് ഞാൻ എന്താ അപ്ലൈ ചെയ്തു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ് എന്ന് പറയാൻ പറ്റും. ശ്രദ്ധിക്കണേ. അതായത് ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിലേക്ക് ഞാൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ എന്തുകൊണ്ടാണ് സാറ് ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്നൊരു സംശയം ഉണ്ടാവും. അതിന്റെ കാരണമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത ലോ ഏതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് എന്താ? ഇവിടെ എനർജി നിർമ്മിക്കപ്പെടുന്നില്ല, എനർജി നശിപ്പിക്കപ്പെടുന്നില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്താലും ടോട്ടൽ എനർജിയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആവില്ലേ? അപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇപ്പം എനിക്കിങ്ങനെ പറയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റത്തിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. അതിന്റെ കാരണം അവിടെ എനർജി നിർമ്മിക്കപ്പെടുന്നില്ല, അതുപോലെ തന്നെ നശിപ്പിക്കപ്പെടുന്നുമില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ആണല്ലോ? ആണ്. ഉദാഹരണത്തിന് ഞാൻ ഈ ഇരിക്കുന്ന ക്ലാസ് റൂമിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഇരിക്കുന്ന റൂം ആയിക്കോട്ടെ. അപ്പോൾ ഇവിടേക്ക് ഞാൻ എന്താ അപ്ലൈ ചെയ്തു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഇവിടെ എനർജി നിർമ്മിക്കപ്പെടുന്നില്ല, എനർജി നശിപ്പിക്കപ്പെടുന്നില്ല. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ക്ലാസ് റൂം ഇത് ഒരു സിസ്റ്റമാണ്. ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു സിസ്റ്റം ഉണ്ടാവില്ലേ? അവിടെ വേറൊരു സിസ്റ്റം ഉണ്ടാവില്ലേ? ഇങ്ങനെ ഒരുപാട് സിസ്റ്റങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ യൂണിവേഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ എനിക്ക് പറയാൻ പറ്റൂലേ, ഒരുപാട് സിസ്റ്റങ്ങൾ കൂടി ചേർന്ന് യൂണിവേഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റങ്ങളുടെ എല്ലാം എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ യൂണിവേഴ്സിന്റെ തന്നെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂലേ? ഇപ്പൊ എനിക്ക് മൂന്നാമതായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും, ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. Is it clear? That is total energy of isolated system constant. Law of conservation of energy, that is പറയണം. പിന്നെ അത് total energy of universe constant. ഈ മൂന്ന് കാര്യങ്ങളും കൂടി നിങ്ങൾ കൂട്ടി പറയുമ്പോൾ ആ ലോയെ നമുക്ക് വിളിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഞാൻ പറയുകയാണ്, എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ എങ്ങനെ പറയണം? അപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ടു എ തെർമോഡൈനാമിക്കൽ സിസ്റ്റം. വി ക്യാൻ സേ ദാറ്റ് the total energy of an isolated system remains constant. That is, energy can neither be created nor be destroyed. It can transform from one form to the another. That is, the total energy of the universe. Universe means system plus surrounding is a
കോൺസ്റ്റന്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയാറുള്ളത്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. പലപ്പോഴും പല കുട്ടികളോട് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് എന്ന് ചോദിച്ചാൽ പല ആളുകളും നേരെ ഒറ്റയടിക്ക് ഉത്തരമായിട്ട് എടുത്തു പറയാറുള്ളത്, സാറേ എന്താണ് ഫസ്റ്റ് ലോ എന്ന് ചോദിച്ചാൽ പറയും എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രോം വൺ ഫോം ടു ദി അനദർ എന്നാണ്. ഒരുപക്ഷെ ഞാൻ ഈ സാധനം നിങ്ങളോട് ആദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും ഉത്തരമായിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമ്മളൊരു +1 വിദ്യാർത്ഥിയായ സ്ഥിതി ഇത് മൂന്നും കൂടി കൂട്ടി പറയുമ്പോഴാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അത് ബ്യൂട്ടിഫുൾ ആകുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫസ്റ്റ് ലോയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ലോ ഓഫ് കൺസർവേഷൻ എനർജി മാത്രമാണോ ഫസ്റ്റ് ലോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ടാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ പറയണം എന്നുള്ളതാണ്. ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ലോ ഓഫ് കൺസർവേഷൻ എനർജി മാത്രമായിട്ട് എഴുതി വെച്ചത് കാണാറുണ്ട്. പക്ഷേ അതെങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് പറയണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ കൂടി അതിനകത്തുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞു നോക്കിയിട്ട് എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ദാറ്റ് ഈസ് application of law of conservation of energy to a thermodynamical system. We can say that the total energy of an isolated system remains constant. That is, energy can neither be created nor be destroyed. It can transform from one form to the another. That is, the total energy of the universe remains constant. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. 2 ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. 3 ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ലോയുടെ ഡെഫിനേഷൻ ഒന്ന് എഴുതാം. 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാ? ടോട്ടൽ എനർജി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. പറയട്ടെ, എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞു പോണേ. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി application of law of conservation of energy to the thermodynamical system. Thermodynamical system. We can say that total energy of isolated system, total energy of isolated system remains constant. Application of law of conservation of energy to the thermodynamical system, we can say that total energy of an isolated system remains constant. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കോൺസ്റ്റന്റ് ആവാനുള്ള കാരണം എന്താണ്? ദാറ്റ് ഈസ് ടോട്ടൽ എനർജി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി to the thermodynamical system, we can say that total energy of an isolated system remains constant. That is a കാരണം. That is, energy can neither be created nor be destroyed. It can transform from one form to another. It can transform from one form to the another. That is total energy of universe. Universe means system plus surrounding. Remains constant. This is called first law of thermodynamics. അപ്പോൾ എന്താണ് മക്കളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി
To the thermodynamical system, we can say that the total energy of an isolated system remains constant. That is, energy can neither be created nor be destroyed. It can transform from one form to the another. That is the total energy of the universe remains constant. മൂന്ന് കാര്യങ്ങൾ: total energy of isolation system constant, law of conservation of energy, total energy of universe constant. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്ഷൻ നമ്പർ 2 നമുക്ക് ആകെ പറയാനുള്ളത് ഫസ്റ്റ് ലോയെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഫസ്റ്റ് ലോയുടെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളവിടെ പറയേണ്ട കാര്യമാണ്. അപ്പോൾ പഠിപ്പിച്ച തവണ കൂടെ പറയാം. എന്നിട്ട് നമ്മൾ ഈ ലോയിൽ നിന്ന് ഇതിൻ്റെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തായിട്ട് ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ application of law of conservation of energy to the thermodynamical system, we can say that the total energy of an isolated system remains constant. That is, energy can neither be created nor be destroyed. It can transform from one form to the another. That is, the total energy of the universe remains constant. Is it clear? Yes. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ലോയുടെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഓരോ ടോപ്പിക്കായിട്ട് പറയാൻ വേണ്ടി ഞാൻ ഈ ഡെഫിനിഷൻ എന്ന് പറയുന്ന സാധനത്തെ ഞാൻ നോട്ട് 1 എന്നാക്കി. നമുക്ക് ഓരോരോ നോട്ടുകളായിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ നോട്ട് 1 ആണത് ഡെഫിനിഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോട്ട് 2ലേക്ക് പോകാം. നോട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോട്ട് 2 എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ എല്ലാവരും രണ്ടിങ്ങനെ ഇരിക്കുക. ദാറ്റ് ഈസ് നോട്ട് 2. നോട്ട് 2 ഈസ് ദാറ്റ് ഈസ് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Mathematical statement of mathematical statement of first law of thermodynamics. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഉദാഹരണത്തിന് ഞാനൊരു സിസ്റ്റമാണ് എന്ന് വിചാരിക്കും. ഞാനൊരു സിസ്റ്റമാണ്. തെർമോഡൈനാമിക്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു സിസ്റ്റം ആണെങ്കിൽ ഓൾറെഡി എന്നിലൊരു എനർജി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്നാണ് പറയുന്നത്. എന്താ പറയുക? ഇന്റേണൽ. ഞാനത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. അതായത് ഇന്റേണൽ എനർജിയെ നമുക്ക് 2 ലെറ്റർ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇന്റേണൽ എനർജി 2 ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതാണ് ഒന്നെങ്കിൽ ഇ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ യു. പല ആളുകൾ ഇ കൊണ്ട് കാണിക്കും, ചില ആളുകൾ യു കൊണ്ട് കാണിക്കും. അത് ഏത് ലെറ്റർ കാണിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ് വിചാരിക്കുക. ചിലപ്പോൾ പല ആൾ വാരി ചെയ്യുന്നതിനനുസരിച്ച് ഇയും യു മാറി രണ്ടും ഉപയോഗിക്കാമെന്ന ലെറ്ററുകൾ തന്നെയാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. കുറേ ടീച്ചേഴ്സ് ഇ ഉപയോഗിക്കുന്നവരുണ്ടാവും, കുറച്ച് ടീച്ചേഴ്സ് യു വെച്ച് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോയി രണ്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഇ കാണിച്ചാലും ഇന്റേണൽ എനർജിയാണ്, യു കാണിച്ചാലും ഇന്റേണൽ എനർജി തന്നെയാണ്. ഞാനിവിടെ കാണിക്കുന്ന ഇത് ലെറ്റർ വെച്ചിട്ടാണ്, ഇ വെച്ചിട്ടാണ് എന്നർത്ഥം. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ ഞാൻ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാൻ പോകുന്നത്. ഞാനൊരു സിസ്റ്റമാണ് എന്ന് വിചാരിക്കുക. ഞാനൊരു സിസ്റ്റം ആണെങ്കിൽ ഓൾറെഡി എന്നിൽ ഒരു എനർജി ഉണ്ടാവും. ആ എനർജിയെയാണ് ഞാൻ ഇന്റേണൽ എനർജി എന്നാണ് പറയുക. ഞാനൊരു സിസ്റ്റമാണ്, എന്നിൽ ഓൾറെഡി ഒരു എനർജി ഉണ്ട്, അതാണ് എൻ്റെ ഇന്റേണൽ എനർജി. അതിനെ ഞാൻ തൽക്കാലം E1 എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? E1. അപ്പോൾ എൻ്റെ ഇന്റേണൽ എനർജിയാണ് E1 എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ Q എമൗണ്ട് ഹീറ്റിനെ സറൗണ്ടിങ്ങിൽ നിന്ന് ഞാൻ അബ്സോർബ് ചെയ്തു. എന്താണ്? A Q amount of heat is absorbed. Is it clear? ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചാണ്. ഹീറ്റിന്റെ സൈൻ ചേഞ്ച് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്, ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു Q എമൗണ്ട് ഹീറ്റിനെ ഞാൻ അബ്സോർബ് ചെയ്തു. അബ്സോർബ് ആയതുകൊണ്ടാണ് പ്ലസ് Q എന്ന് പറയുന്നത്. Is it clear? പ്ലസ് Q എന്ന് പറഞ്ഞാൽ Q തന്നെയാണ് എഴുതി. എൻ്റെ കയ്യിൽ E1 എന്ന് പറയുന്ന ഇന്റേണൽ എനർജി ഉണ്ട്, അതിലേക്ക് ഞാൻ Q എന്ന് പറയുന്ന ഹീറ്റിനെ കൂടി ഞാൻ അബ്സോർബ് ചെയ്തു. ശരിയാണോ? ആണ്.
ഈ Q എന്ന് പറയുന്ന ഹീറ്റ് കൂടി ഞാൻ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് പെന്നിൽ ഒരു എനർജി ഉണ്ടാവും, എന്നിൽ ഒരു എനർജി ഉണ്ടാവും അല്ലേ? അതായത് ഇയുടെ ഒരു എനർജി ഉണ്ടാവും, പിന്നെ Q അബ്സോർബ് ചെയ്തപ്പോൾ ഒരു പുതിയൊരു എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ആ എനർജി ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഞാനൊരു വർക്കാണ് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എൻ്റെ ബാക്കി നേരത്തെ E1 എനർജി ആണോ ഉണ്ടാവുക? അല്ല. അതായത് എൻ്റെ കയ്യിൽ E1 എന്ന് പറയുന്ന ഒരു ഇന്റേണൽ എനർജി ഉണ്ട്, അത് വെച്ച് ഞാൻ Q എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്തു, എന്നിട്ട് ഞാനൊരു W എന്ന് പറയുന്ന ഒരു വർക്ക് ചെയ്തു. വർക്ക് ചെയ്തപ്പോൾ എൻ്റെ പുതിയ ഇന്റേണൽ എനർജിയെ ഞാൻ E2 എന്നും വിളിക്കാം. എന്താ വിളിക്കുന്നത്? E2. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത്രയും സാധനങ്ങളെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ലോ ഞാൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ലോ എന്താണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? അതായത് എൻ്റെ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി E1 ആണ്, അയാൾ Q എമൗണ്ട് ഹീറ്റിനെയാണ് അബ്സോർബ് ചെയ്തത്, അയാൾ ചെയ്ത വർക്ക് W എന്ന് പറയുന്ന ഒരു വർക്കാണ്, ഇപ്പോൾ അയാളുടെ ഇന്റേണൽ എനർജി E2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം അവസാനം എന്നിലുള്ള എനർജി E2 ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എനർജി നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, അതിനൊരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫൈനൽ ആയിട്ടുള്ള ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇതാണ് പെന്നിലുള്ള ഔട്ട്. എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ആളുകൾ ഇവരെല്ലാമാണ്. അപ്പോൾ E2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവണം? ഈ മൂന്ന് ആൾക്കാരുടെ സമ്മിന് ഈക്വൽ ആവണം അല്ലേ? അപ്പോഴല്ലേ എനർജി ഇവിടെ ലോസ് ആകാതിരിക്കുന്നുണ്ടാവുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പറയാം. If a system having internal energy E1 and a Q amount of heat is absorbed and a W amount of work is done, then final internal energy E2 is given by E2 is equal to E1 plus Q plus W. അപ്പോൾ അത് നമ്മളായിട്ട് എഴുതാം. ഇങ്ങനെ എഴുതാം. That is E2 final internal E2 is equal to E1 plus Q plus W. Is it clear? Is it clear? ഓക്കെ, എല്ലാവരും ഹെഡിങ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ സെറ്റിംഗ് ഒന്ന് വായിച്ച് കുറച്ച് മുകളിലോട്ടായിട്ട് എഴുതുന്നുണ്ട്. ശരിയാണല്ലോ? ഓക്കെ, നോട്ട് ടു ആണ് നമ്മൾ പറയുന്നത്. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതാണ് പറയുന്നത്. ഞാൻ ആ ഡയലോഗ് കൂടെ എഴുതാം. ഇഫ് എ സിസ്റ്റം ഹാവിങ് internal energy E1 and absorb Q amount of heat and W amount of work is done. Yes, then final internal energy E2 is given by the final internal energy E2 is given by ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വേഷൻ എങ്ങനെ നോക്കലേ ഫൈനൽ ഇന്റേണൽ എനർജി E2 അതായത് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി E1 ആണ്, Q എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്തു, W എമൗണ്ട് വർക്ക് ചെയ്തു, ഫൈനൽ ആയിട്ട് ഇന്റേണൽ എനർജി E2 ആണ്. ഇക്വേഷൻ എഴുതാം. അതായത് എനർജി നശിപ്പിക്കുവാനോ ഒന്നും പാടില്ല, എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ E2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും മക്കളെ? 2 is equal to E1 plus Q plus W. ശരിയല്ലേ? E2 is equal to E1 plus Q plus W. ഇനി ഒരാൾ ഇന്റേണൽ എനർജി U എന്ന് പറയുന്ന ലെറ്ററാണ് കാണിക്കുന്നത്, ഇങ്ങനെ ഉണ്ടാവും U2 is equal to U1 plus Q plus W. അത്ര വ്യത്യാസമുള്ളൂ. ഇയും യുവും സെയിം ആണെന്ന് വിചാരിച്ചാൽ മതി. E2 is equal to E1 plus Q plus W. ഞാൻ E1 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ E2 minus E1 that is equal to Q plus W. E2 minus E1 എനിക്ക് എന്ത് പറയാം? ഡെൽറ്റ ഇ എന്ന് പറയാൻ പറ്റും. ചേഞ്ച് ഇൻ ഡെൽറ്റ ഇ is equal to Q plus W, and this is the mathematical statement of first law of thermodynamics. This is the mathematical statement of first law of thermodynamics, where delta is the change in internal energy, where Q is the heat and W is the work. Delta is the change in internal energy, Q is the heat and W is the work.
E2 is equal to E1 plus Q plus W, E2 minus E1 is equal to Q plus W, and delta is equal to Q plus W. ഇനി ഒരൊറ്റ കാര്യം ഇതിനകത്ത് പറയാനുള്ളൂ, ഡെൽറ്റ is equal to Q plus W. അതായത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്, Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, W എന്ന് പറഞ്ഞാൽ വർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ദാറ്റ് ഈസ് W is equal to മൈനസ് പി ഡെൽറ്റ വി. വർക്ക് നെഗറ്റീവ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൈനസ് പി ഡെൽറ്റ വി ആണ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതോടെ കൊടുത്ത് ഞാൻ ഇക്വേഷൻ നമുക്ക് വീണ്ടും എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്, W മൈനസ് പി ഡെൽറ്റ വി ആണ്, Q മൈനസ് പി ഡെൽറ്റ വി. ഇതും എന്താണ്? ദ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എല്ലാവരും പിടികിട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫസ്റ്റ് ലോയുടെ ഡെഫിനിഷൻ പറഞ്ഞു, ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഓക്കെ മക്കളെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്പർ 2-ലാണ്. അതിനകത്ത് നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള എന്ത് പറഞ്ഞു? ആദ്യം നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, രണ്ടാമതായിട്ട് പിന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇനി നമ്മൾ നോട്ട് 3 അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ ആണ് പറയാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളുക. ദാറ്റ് ഈസ് നോട്ട് 3, that is significance of first law of thermodynamics. Significance of first law of thermodynamics. Ready? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q പ്ലസ് W. ഇതാണ് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ഡബ്ല്യുവിൻ്റെ വാല്യൂ മൈനസ് പി ഡെൽറ്റ വി ആണ്. അപ്പോൾ ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q മൈനസ് പി ഡെൽറ്റ വി ആകും എന്നും പറഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളോട് എഴുതി വെച്ചത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q പ്ലസ് W, ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q മൈനസ് പി ഡെൽറ്റ വി. ഇസ് ഇറ്റ് ക്ലിയർ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q പ്ലസ് W, ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q മൈനസ് പി ഡെൽറ്റ വി. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ശരിയല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന ഫസ്റ്റ് ലോയുടെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ നിങ്ങൾക്കറിയാം. ഇപ്പം ശ്രദ്ധിക്കണേ, പ്രോസസ്സ് ഒരു ഐസോകോറിക് ആണ് എന്ന് വെക്കാം. പ്രോസസ് ഈസ് ഐസോകോറിക്. പ്രോസസ്സ് ഒരു ഐസോകോറിക് പ്രോസസ്സാണ് എന്ന് വിചാരിക്കുക. എന്ത് പ്രോസസ്സാണ്? ഒരു ഐസോകോറിക് പ്രോസസ്. വാട്ട് ഈസ് ഐസോകോറിക്? ഐസോകോറിക് മീൻസ് ദ വോളിയം ഈസ് കോൺസ്റ്റന്റ്. വോളിയത്തിൻ്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ചിന് വോളിയത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? ഡെൽറ്റ വിയുടെ വാല്യൂ 0 ആവും. അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കാറുള്ളത്, ശരിയല്ലേ? വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ 0 ആയിരിക്കും. ഞാൻ ഇതിനെ നേരെ ഇക്വേഷനിൽ ഇവിടെ പുട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു Q മൈനസ് പി ഡെൽറ്റ വി. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ വി? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q മൈനസ് പി ഇൻറ്റു 0 0 ആയി പോകും. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q എന്ന് വരും, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ കോൺസ്റ്റന്റ് മക്കളെ? വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോഴല്ലേ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആവുന്നത്. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വി കാണിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട്, അതായത് Q എഴുതി വിയും അത്ര തന്നെ വലുപ്പത്തിൽ എഴുതിയ Q ഇൻറ്റു വി എന്നാണ്. ഞാൻ അങ്ങനെ അല്ല എഴുതുന്നത്. Q ദ സബ്സ്ക്രിപ്റ്റ് വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം Q എപ്പോ? വെൻ ദ വോളിയം വിൽ ബി കോൺസ്റ്റന്റ്. ഈസ് ഇറ്റ് ക്ലിയർ? അതായത് ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നതിൻ്റെ അർത്ഥം വോളിയം കോൺസ്റ്റന്റ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇൻറ്റു വി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ പ്രൊഡക്റ്റ് ആണ് എന്നായിട്ട് വരും. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ലോയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു Q വി എന്നാണ്. ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു Q വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. അതെന്തിന് ഈക്വലാണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതോ ലിബറേറ്റ് ചെയ്യുന്നതിനോ എപ്പോൾ? വോളിയത്തിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആകുമ്പോൾ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ എങ്ങനെ ചെയ്തു? അപ്പോൾ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ പറയേണ്ടത് ഇങ്ങനെയാണ്: ചേഞ്ച് ഇൻ internal energy, change in internal energy is equal to heat absorbed or liberated at constant
വോളിയം. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരമാണ് മക്കളെ പറയേണ്ടതാണ്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിന് ഈക്വലാണ് എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനകത്ത് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായിട്ട് പറഞ്ഞ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനിഷനാണ്. എന്താ ഡെഫിനിഷൻ? അപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ടു ദി തെർമോഡൈനാമിക്കൽ സിസ്റ്റം. We can say that the total energy of an isolated system remains constant. That is, energy can neither be created nor be destroyed. It can transform from one form to the another. That is, the total energy of the universe remains constant. അർത്ഥം ശരിയാണോ? ക്ലിയർ ആണോ? ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മളതിനെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. 2 ഇക്വേഷൻസ് പറഞ്ഞു. ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q plus W and delta E is equal to Q minus P delta. That is the mathematical statement of first law of thermodynamics. മൂന്നാമതായിട്ട് നോട്ട് 3 ആയിട്ട് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? ഡെൽറ്റ E is equal to QV. That means change in internal energy is equal to heat absorbed or liberated at constant volume. Is it clear? Yes. ഇനി ഫസ്റ്റ് ലോവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം കൂടിയാണ് പറയാനുള്ളത്. ദാറ്റ് ഈസ് നോട്ട് നമ്പർ 4 ആണ് പറയാൻ പോകുന്നത്. ഇത് പ്യുവർലി എൻട്രൻസിന് വേണ്ടിയുള്ളൊരു ടോപ്പിക്കാണ്. ഇത് ബോർഡ് എക്സാമിന് ചോദിക്കാറില്ല. ഒരു എൻട്രൻസിന് വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റാണ് അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. ദാറ്റ് ഈസ് നോട്ട് 4. പറയണോ മക്കളെ? അപ്പോൾ എല്ലാം എഴുതിക്കോളൂ. നോട്ട് 4. ഇപ്പോൾ ഈ നോട്ട് 4 ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്ഷൻ നമ്പർ 1-ന് 6ാമത്തെ പോയിൻ്റായിട്ട് നേച്ചർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്ന എൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോൾ ഞാൻ നോട്ട് 4 പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസ് ഇറ്റ് ക്ലിയർ? തുടങ്ങില്ലെന്നാ? അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. നോട്ട് 4 പറയുന്ന എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്യുവർലി ഒരു എൻട്രൻസ് ടോപ്പിക്കാണ്. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q plus W. ഇത് സാധാരണ തെർമോഡൈനാമിക്സിൽ നിന്ന് ഒരുപാട് കണ്ടീഷനുകൾ തന്നിട്ട് ഇതിലേതാണ് ശരി ഇതിലേതാണ് തെറ്റെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ തെർമോഡൈനാമിക്സിൽ നിന്ന് പൊതുവെയായി നമ്മൾ എൻട്രൻസ് എക്സാമുകൾക്ക് കാണാറുണ്ട്. നീറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കുറേ കണ്ടീഷൻസ് വരും. ഇതിലേതാണ് ട്രൂ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനുകളൊക്കെ തെർമോഡൈനാമിക്സ് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. എൻട്രൻസ് ആവുന്ന സമയത്ത്, അതായത് എൻട്രൻസും ബോർഡും തമ്മിൽ വരുന്ന സമയത്ത് എന്നുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ ഈസ് Q plus W എന്ന് പറഞ്ഞ ഇക്വേഷൻ NCERT പറയുന്നുണ്ട്. പക്ഷേ അതിനെങ്ങനെ ആപ്ലിക്കേറ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള വേരിയേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല റാങ്കോടുകൂടി നിങ്ങൾക്ക് പാസ്സായി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനത് എങ്ങനെ വരുന്നതെന്ന് കാണിച്ചുതരാം. ഡെൽറ്റ ഈസ് Q plus W ആണ്. ഞാൻ നിങ്ങൾക്ക് 3 കേസുകളായിട്ട് കാണിച്ചുതരാം. ഓക്കെ? കാരണം ഇതിനകത്ത് 3 ടേമാണുള്ളത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. അപ്പോൾ ഞാൻ ചെയ്യുന്ന 3 കേസാക്കും. എൻ്റെ കേസ് പരിപാടി ഇങ്ങനെയാണ്. ആദ്യത്തെ കേസിനകത്ത് ഇയാളെ ഞാൻ 0 ആക്കും, അപ്പോൾ ഒരു കേസ് ഇട്ടു. രണ്ടാമത്തെ കേസിൽ ഇയാളെ 0 ആക്കും, അപ്പോൾ അടുത്ത കേസ് ഇട്ടു. പിന്നെ ഇയാളെ 0 ആക്കും, അപ്പോൾ അടുത്ത കേസ് ഇട്ടു. സിമ്പിൾ. ആദ്യത്തെ കേസ് 1. ശ്രദ്ധിക്കണേ, കേസ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q plus W ആണ് നമ്മുടെ ഇക്വേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അവിടെ ഞാൻ ആരോ 0 ആക്കും? ഡെൽറ്റ ഇയുടെ വാല്യൂ 0 ആക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിൽ ബി 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ അവിടെ ചേഞ്ച് ഇല്ല എന്നാണ്. ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻറ്റേർണൽ എനർജി E1-ൻ്റെ വാല്യൂം E2-ൻ്റെ വാല്യൂം സെയിം അല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം? ആണോ? E1-ൻ്റെ വാല്യൂ E2-ൻ്റെ വാല്യൂ സെയിം ആകുമ്പോഴാണ് ഡെൽറ്റ I 0 ആകുക. അപ്പോൾ E1-ഉം E2-ഉം സെയിം ആകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആണെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആകുന്ന കേസിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ? ഡെൽറ്റ ഈസ് ഈക്വൽ Q plus W, ഡെൽറ്റ ഈസ് ഈക്വൽ 0. ദാറ്റ് മീൻസ് 0 ഈസ് ഈക്വൽ ടു Q plus W എന്നാണ്. Q plus W, Qൻ്റെയും Wൻ്റെയും സം എന്ന് പറയുന്നത് 0 ആണെന്നാണ്. ഇന്നിങ്ങനെ പറയുമ്പോൾ നമുക്കത് 2 തരത്തിൽ എഴുതി കൂടെ? Q plus W 0 എന്ന് പറയുമ്പോൾ എനിക്കിതിനെ 2 തരത്തിൽ എനിക്കിതിനെ പറയാൻ പറ്റും. Q plus W is equal to 0 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ Q is equal to minus W എന്ന് പറയാം, ശരിയല്ലേ? അല്ലെങ്കിലോ W is equal to minus Q എന്ന് പറയാം. 2 ചാൻസാണുള്ളത്. ഒന്നെനിക്ക് Q is equal to minus W എന്ന് പറയാം, അല്ലെങ്കിൽ W is equal to minus Q എന്ന് പറയാം. ഇനിയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത്.
ഇങ്ങനെയാണ് എൻട്രൻസിന് ചോദ്യം ഉണ്ടാവുക. അതായത് നിങ്ങളോട് പറയാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി 0, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അല്ലെങ്കിൽ ദ internal energy value, the initial and final internal energy will be a constant. Internal energy will be a constant. Which of the following statement is true? ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. അപ്പോൾ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് 0 ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. Q is equal to minus W. ശ്രദ്ധിക്കണേ, Q പോസിറ്റീവ് ആണ്. Q എപ്പോഴാണ് പോസിറ്റീവ് ആവുക? നേച്ചർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്കിൽ പറഞ്ഞു എപ്പോഴാണ് Q പോസിറ്റീവ് ആവുക? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണ് പോസിറ്റീവ്. വർക്ക് എപ്പോഴാണ് നെഗറ്റീവ് ആക്കുക? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം എന്തിന് ഈക്വൽ ആവും? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റത്തിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി 0. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി 0. 0 ആണെങ്കിൽ മാത്രമേ എങ്ങനെ പറയാൻ പറ്റുള്ളൂ. വിൽ ബി 0. then we can say that നമുക്ക് എന്താ പറയാൻ പറ്റും മക്കളെ? we can say that Q എപ്പോഴാണ് പോസിറ്റീവ് ആവുക? ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ് അല്ലേ? ഹീറ്റ് എവിടുന്ന് അബ്സോർബ് ചെയ്യുക? ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ദാറ്റ്സ് എ പോയിന്റ്. ഹീറ്റ് അബ്സോർബ്ഡ് ഇത്രയേ ഉള്ളൂ. Q is equal to minus W ആകുമ്പോൾ Q പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്? ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ്. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റമാണ്. W എപ്പോഴും മൈനസ് ആവുക? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. അപ്പം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി 0. then we can say that heat absorbed from the surrounding is equal to work done by the system. നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഇത് എപ്പോഴാണ് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി 0. ഇനി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഇനി ഇതേപോലെ രണ്ടാമത്തെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ Q is equal to minus W അല്ലേ? Q plus W 0 ആകുമ്പോൾ വേണമെങ്കിൽ W is equal to minus Q എന്ന് എഴുതി കൂടെ? ചാൻസ് ഇല്ലടാ, ഉണ്ട്. യെസ്, W is equal to minus Q. മക്കളെ എപ്പോഴാണ് വർക്ക് പോസിറ്റീവ് ആവാം? വർക്ക് നോൺ ദ സിസ്റ്റമാണ്. Q എപ്പോഴാണ് നെഗറ്റീവ് ആവാം? ഹീറ്റ് ലിബറേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ പറയാം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹീറ്റ് ലിബറേറ്റഡ് ടു ദ സറൗണ്ടിങ്. അപ്പോൾ എങ്ങനെ പറയാം? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി 0. is 0, then work done on the system is equal to heat liberated to the surrounding. Change in internal energy is 0. Then work done on the system is equal to heat liberated to the surrounding. എന്ന് പറഞ്ഞാൽ ഒരു കേസാണ് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. ഡെൽറ്റ ഇ Q പ്ലസ് W ആണെങ്കിൽ ഡെൽറ്റ ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ എനിക്ക് രണ്ട് കണ്ടീഷൻ പറയാൻ പറ്റും. Q is equal to minus W പറയാൻ പറ്റും, W is equal to minus Q. ഇപ്പോൾ എന്തിനാണ് നമ്മൾ സൈൻ ചേഞ്ച് നിങ്ങളെ പഠിപ്പിച്ചതെന്നുള്ളതിൻ്റെ കാരണം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്, ദിസ് ഈസ് ദ കേസ് നമ്പർ 1. എല്ലാവരും എഴുതിയെടുത്തോ. അതായത് Q is equal to minus W, then W is equal to minus Q. Is it clear? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കേസ് 2ലേക്ക് പോവാം. അടുത്ത കേസ് 2ലേക്കാണ് പോകുന്നത്. കേസ് 2 പറയുന്നത്, ആദ്യത്തെ കേസിൽ ഇപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 0 ആക്കി. അടുത്ത് ഞാൻ Qൻ്റെ വാല്യൂ 0 ആക്കാൻ പോയിട്ടാണ്. അതായത് Q is 0. Q 0 ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്. Qൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 പ്ലസ് W എന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു W എന്നുണ്ടാവും. ശരിയാണോ? അതായത് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു W. അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വർക്കിന് ഈക്വൽ ആവുന്ന എപ്പോഴായിരിക്കും? വെൻ ഹീറ്റ് എന്താണ്
സീറോ ആകുമ്പോൾ, ഹീറ്റിൻ്റെ സീറോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഡി ക്യു സീറോ ആവുക? ദാറ്റ് ഈസ് അഡയബാറ്റിക് പ്രോസസ് ആണ്. അപ്പോൾ എനിക്കിങ്ങനെ പറയാം, ഫോർ അഡയബാറ്റിക് പ്രോസസ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി is equal to work done on or by the system. Is it clear? ഇതാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ? ഫോർ അഡയബാറ്റിക് പ്രോസസ്. ദാറ്റ് മീൻസ് ദ ക്യൂ ഈസ് സീറോ. ഇസ് ഇറ്റ് ക്ലിയർ? കേസ് 2 എന്ന് പറഞ്ഞാൽ ക്യൂ സീറോ ആണ്. ക്യൂ സീറോ ആയി കഴിഞ്ഞാൽ ഡെൽറ്റ ഐ ഡബ്ല്യുവിന് ഈക്വൽ ആവും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ചേഞ്ച് ഇൻ എനർജി വർക്കിന് ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റും. സിമ്പിൾ. ഇയാളെയും സീറോ ആക്കി. ഞാൻ ഒരൊറ്റ കേസും കൂടി ഉള്ളൂ, ഡബ്ല്യു കൂടി സീറോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കേസ് കിട്ടും. സിമ്പിൾ അല്ലേ? വളരെ ഈസിയാണ്. കേസ് 1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ സീറോ ആക്കി, കേസ് 2 എന്ന് പറഞ്ഞാൽ ക്യൂ സീറോ ആക്കി, കേസ് 3 എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സീറോ ആക്കും. അപ്പോൾ അടുത്ത് എഴുതാം, ദാറ്റ് ഈസ് കേസ് 3. ഓക്കെ, കേസ് 3. കേസ് 3 എന്ന് പറഞ്ഞാൽ ആരെ സീറോ ആക്കുന്നത്? ഡബ്ല്യുവിൻ്റെ വാല്യൂ സീറോ ആക്കും, വർക്കിൻ്റെ വാല്യൂ സീറോ. വർക്ക് സീറോ ആണെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ക്യൂ എന്നാണ് പറയാൻ പറ്റും. വർക്ക് സീറോ ആണെങ്കിൽ എന്താ പറയാൻ പറ്റുക? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ക്യൂ. മക്കളെ, വർക്ക് സീറോ ആണെങ്കിൽ ദർ ഈസ് നോ വർക്ക് ഡൺ, then we can say that the change in internal energy will be equal to heat absorbed or liberated by the system. Is it clear? എങ്ങനെ പറയാം? delta E is equal to Q. That means, that is, if there is no work done, വർക്ക് നടക്കുന്നില്ലെങ്കിൽ, if there is no work done, എനിക്ക് എന്ത് പറയാൻ പറ്റും? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി change in internal energy is equal to heat absorbed or liberated by the system. Delta is equal to Q. അപ്പോൾ വർക്ക് സീറോ ആകുമ്പോഴാണ്. ഒന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എന്താണ്? ഇഫ് ദർ ഇസ് നോ വർക്ക് ഡൺ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ബൈ ദ സിസ്റ്റം. മക്കൾ, നമ്മളിവിടെ അപ്ലൈ ചെയ്ത് ഡബ്ല്യുവിൻ്റെ വാല്യൂ സീറോ ആണെന്നല്ലേ? അല്ലേ? ഡബ്ല്യുവിൻ്റെ വാല്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മൈനസ് പി ഡെൽറ്റ വി അല്ലേ? മൈനസ് പി ഡെൽറ്റ വിൻ്റെ വാല്യൂ സീറോ ആവുകയാണ്. മൈനസ് പി ഡെൽറ്റ വി സീറോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെൽറ്റ വിയുടെ വാല്യൂ സീറോ ആണെന്നാണ്. ഡെൽറ്റ വിയുടെ വാല്യൂ സീറോ ആണെന്നാണ്. ഡെൽറ്റ വിയുടെ സീറോ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ? ഐസോകോറിക് പ്രോസസ് ആണെന്നാണ്. ഐസോകോറിക് പ്രോസസ്. അപ്പം എനിക്ക് ഇങ്ങനെയും പറയാൻ പറ്റും, വെൻ ഡെൽറ്റ വി സീറോ, അതായത് ഡെൽറ്റ വിയുടെ വാല്യൂ സീറോ, അതായത് ഫോർ ഐസോകോറിക് പ്രോസസ് ആണ് എങ്കിലും ഡെൽറ്റ ഐ എന്തിന് ഈക്വൽ ആയിരിക്കും? ക്യൂന് ഈക്വൽ ആയിരിക്കും. അപ്പം എനിക്ക് ഇങ്ങനെയും പറയാം, ഫോർ ഐസോകോറിക് പ്രോസസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു heat absorbed or liberated. Is it clear? That is change in internal energy is equal to heat absorbed or liberated by system. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കേസുകൾ പറഞ്ഞു. ഒന്നാമത്തെ കേസ് ഡെൽറ്റ ഐ സീറോ ആക്കി, രണ്ടാമത്തെ ക്യൂ സീറോ ആക്കി, മൂന്നാമത്തത് ഡബ്ല്യു സീറോ ആക്കി അല്ലേ? അപ്പോൾ എൻട്രൻസുകൾക്ക് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻട്രൻസിന് വേണ്ടി നമ്മൾ നോട്ട് 4-നകത്തൂടെ സംസാരിച്ചത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ 4 നോട്ടുകളാണ് പറഞ്ഞത്. നോട്ട് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നോട്ട് 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. നോട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻസ്. നോട്ട് 4 എന്ന് പറഞ്ഞാൽ എൻ എൻട്രൻസ് നോട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്ററിൻ്റെ 2ാമത്തെ സെക്ഷനും ഇവിടെ അവസാനിക്കുകയാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 6 സെക്ഷനുകളായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. അതിലെ സെക്ഷൻ നമ്പർ 1-നകത്ത് 6 കാര്യങ്ങൾ പറഞ്ഞു. തെർമോഡൈനാമിക് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്, ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി,
സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ, തെർമോഡൈനാമിക് പ്രോസസ്സസ് ആൻഡ് നേച്ചർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. സെക്ഷൻ നമ്പർ 2 ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ചാപ്റ്ററിനകത്ത് 4 സെക്ഷൻ കൂടിയാണ് ബാക്കിയുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ ചാപ്റ്ററിനെ നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പകരമായിട്ടുള്ളൊരു ചാപ്റ്റർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. എല്ലാവർക്കും പിടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്.